നമസ്കാരം. കുടകിലെ ഏറ്റവും വലിയ കൊടുമുടിയായ തടിയൻമോൾ മലയിലേക്ക് ട്രക്കിങ്ങിന് പോയ മലയാളി യുവതി ശരണ്യ എന്ന മലയാളി യുവതി 4 ദിവസത്തിന് ശേഷമാണ് തിരിച്ചെത്തിയത്. 4 ദിവസം അവരവിടെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഇവർ തിരിച്ചെത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ മാധ്യമങ്ങളും മനുഷ്യരും ഹൈലൈറ്റ് ചെയ്തത് ആശ്വാസമായിരുന്നു. തിരിച്ചെത്തിയല്ലോ, അവരുടെ ജീവൻ തിരികെ കിട്ടിയല്ലോ, സന്തോഷമാണ്, സന്തോഷ കണ്ണുനീരാണ് എല്ലാവരും ഒഴുക്കുന്നത്. ഇത് മാത്രം ചർച്ച ചെയ്താൽ മതിയോ? ഇതിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ പ്രാധാന്യമുള്ള ഒരു വശം ഇതിനില്ല. ഇങ്ങനെയുള്ള അമിതമായിട്ടുള്ള സാഹസങ്ങൾക്ക് ഒരുമ്പെടുന്നവർക്ക് ഇതൊക്കെ ഒരു വളമല്ലേ? ഇത് നല്ലതിനാണോ? ഇത് ആവശ്യമാണോ? ഇതിലൂടെ സർക്കാരിനുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം എത്രയാണെന്ന് വല്ല കണക്കുമുണ്ടോ? ആർക്കെങ്കിലും അതിനെക്കുറിച്ച് വല്ല ധാരണയുമുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെ പോകുന്നതിലൂടെ ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? ട്രക്കിങ്ങിനൊക്കെ പോകാൻ സുരക്ഷിതമായിട്ടുള്ള ഒരുപാടിടങ്ങളുണ്ട്. ഒരുപാടിടങ്ങൾ കേരളത്തിനകത്തും പുറത്തും ഇന്ത്യയിൽ പലയിടങ്ങളിലായി വ്യാപിച്ചു കിടപ്പുണ്ട്. വനം വകുപ്പിന്റെ പെർമിഷനോടുകൂടി പോകാൻ പറ്റിയ, സുരക്ഷിതമായിട്ട് പോകാൻ പറ്റിയ സ്ഥലങ്ങൾ, പോയിട്ട് സുരക്ഷിതമായിട്ട് വരാൻ പറ്റിയ ഇടങ്ങൾ ഉണ്ടെന്നിരിക്കെ തന്നെ അതിസാഹസികതയ്ക്ക് മുതിരുന്നത് എന്തിനാണ്? അങ്ങനെ മുതിരുന്നവരെ പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യം ഇവിടെ ഉണ്ടോ? നമുക്കറിയാം, പാലക്കാട് കുറുമ്പാച്ചി മലയിൽ ഈ ബാബു എന്നു പേരുള്ള ഒരു യുവാവ് പാറയിടുക്കിൽ കുടുങ്ങി. അയാളെ രക്ഷപ്പെടുത്താൻ അന്ന് ചിലവായത് 75 ലക്ഷം രൂപയാണ് എന്നതായിരുന്നു പ്രാഥമിക കണക്കുകൾ. അതിനുശേഷം വല്ല കണക്കും വന്നു എന്നതിനെ കുറിച്ച് എനിക്ക് അറിയില്ല. ഏതായാലും അന്നും മലയാളികളെ മൊത്തം മുൾമുനയിൽ നിർത്തി, അയാളുടെ വീട്ടുകാരെ മാത്രമല്ല കുറേ ദിവസം വാർത്തകളിലും ഇത് തന്നെയാണ് വന്നുകൊണ്ടിരുന്നത്. എല്ലാവരും അതിലേക്ക് തന്നെയാണ് ഉറ്റുനോക്കുന്നത്. അപ്പോൾ അവർക്കൊരു ഹീറോ പരിവേഷം കിട്ടുന്നതായിട്ടൊരു തോന്നലുണ്ടാകുന്നു. അതിനുശേഷം ബാബു എന്ന മനുഷ്യൻ കാട്ടിക്കൂടിയ ബഹളമൊന്നും ചില്ലറയല്ല. അയാൾക്ക് സർക്കാർ ജോലി കൊടുക്കണമെന്ന് വരെ ആവശ്യപ്പെടുന്ന ലെവലിലേക്ക് പോയി. എന്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഇതിങ്ങനെ പറയുന്നത്? എന്നാൽ അയാളുടെ മാതാവ് അന്നും ആവശ്യപ്പെട്ടു, ഇയാൾക്കെതിരെ കേസെടുക്കണം, വെറുതെ വിടരുത്, ഇത് മറ്റുള്ളവർക്ക് ഒരു പ്രവണതയാകും. കുറേ പേര് പിന്നെ അതിനുള്ള ഒരു ടെൻഡൻസി കാണിച്ചു. ഒരു ഫെബ്രുവരി മാസം 9-ാം തീയതിയാണ് ഇയാൾ ആ മലയിൽ കയറിയതെങ്കിൽ ഫെബ്രുവരി 13-ാം തീയതി അടുത്ത ആൾ കയറുന്ന അവസ്ഥയുണ്ടായി. അയാളെയും രക്ഷപ്പെടുത്തേണ്ടി വന്നു. അപ്പോൾ ഇതൊന്നും നിസ്സാര കാര്യമല്ല. ഇങ്ങനെ പെട്ടുപോകുന്നതും അവിടെ നിന്ന് തിരിച്ച് രക്ഷപ്പെട്ടു വരുന്നതും രക്ഷപ്പെടുത്തുന്നതും ഒന്നും നിസ്സാര കാര്യമല്ല. അതൊക്കെ ഒരു കാരണവശാലും ഒരാളും മാതൃകയാക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് എന്ന ഒരു സന്ദേശം കൂടി ജനങ്ങളിലേക്ക് എത്തിക്കണ്ടേ? അതും ഈ ശരണ്യ എന്ന യുവതി വളരെ നിസ്സാരമായിട്ടാണ് ആ ഒരു വിഷയത്തെ പൊതുജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. ഇവർ ഒരുപാടിടങ്ങളിൽ ട്രക്കിങ്ങിനൊക്കെ പോയി പരിചയമുള്ളത് കൊണ്ടായിരിക്കും നിസ്സാരമായിട്ട് ഇതിനെ കണ്ടതും കൈകാര്യം ചെയ്തതും. പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന യുവതലമുറയിൽപ്പെട്ട ഒരുപാട് ആളുകൾ വിചാരിക്കുന്നത് ഇതൊരു ഹീറോയിസം ആണല്ലോ, പോയിട്ടൊരു 4 ദിവസം വനത്തിൽ കടന്നിട്ട് തിരിച്ചു വന്നാൽ നമുക്കും ഒരു പ്രത്യേക ഇമേജ് സമൂഹത്തിൽ കിട്ടും, നമ്മൾ വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കും. അല്ലെങ്കിൽ കാട് ഇത്രയേ ഉള്ളോ, അത് കാട്ടിലേക്കൊക്കെ ഒറ്റയ്ക്ക് പോകാനുള്ള ഒരു ഇഷ്ടമുള്ള മനുഷ്യർക്കൊക്കെ ഇതൊക്കെ ഒരു പ്രോത്സാഹനമാണ്. നിസ്സാര കാര്യമൊന്നുമല്ല, ചില്ലറ കാര്യമൊന്നുമല്ല. ഒരു കാട്ടിൽ 4 ദിവസം പട്ടാപ്പകൽ തന്നെ കാട്ടിലേക്കൊക്കെ കയറിയാലേ അവിടെ വെളിച്ചമില്ല, കൂരിരുട്ടായിരിക്കും. വന്യമൃഗങ്ങളുടെ വലിയ ശല്യമുള്ള ഒരു ഇടത്താണ്, ഒരു വനത്തിലാണ്, ഒരു മേഖലയിലാണ് ഇവർ ഒറ്റപ്പെട്ടു പോയത്. അവരുടെ ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു എന്ന് പറയുന്നു, അവർക്ക് കുടിക്കാൻ വെള്ളമില്ലായിരുന്നു, കഴിക്കാൻ ഭക്ഷണമില്ലായിരുന്നു എന്ന് പറയുന്നു. ഒറ്റയ്ക്കൊന്ന് ചിന്തിച്ച് നോക്കൂ. അവരുടെ മനക്കരുത്തിനെ സമ്മതിച്ചു കൊടുത്തു, മനസാന്നിധ്യത്തെ ഒക്കെ സമ്മതിച്ചു കൊടുത്തു. അതിനോടൊപ്പം തന്നെ ഒരു വലിയ വിഡ്ഢിത്തരം കൂടി ഇതിനുള്ളിലുണ്ട് എന്ന് പറയാതെ വയ്യ. പാഞ്ഞു വരുന്ന ഒരു ട്രെയിന് മുന്നിലൂടെ നടന്നു പോകുന്ന ഒരാൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്നു എന്ന് വിചാരിക്കുക. അയാളുടെ ആ ഒരു രക്ഷപ്പെടലിലുള്ള ആശ്വാസമാണോ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് ചർച്ചയാക്കേണ്ടത്? അല്ല, ഒരാളും ഇനി തുടർന്ന് അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തുകൂടാ എന്ന രീതിയിലായിരിക്കണം നമ്മുടെയൊക്കെ ചർച്ച പോകേണ്ടത്. ഇവർ നിസ്സാരം പോലെ പറയുകയാണ്, ആദ്യത്തെ ദിവസം കാലുവേദനയായിരുന്നു, അതുകൊണ്ട് റെസ്റ്റ് എടുത്തു. 2-ാമത്തെ ദിവസം കുറച്ച് കാഴ്ചയൊക്കെ ഉള്ള സ്ഥലത്ത് നിന്നു, ഡ്രോണോ മറ്റോ വന്നാൽ കണ്ടുപിടിക്കണമല്ലോ, അതിനുവേണ്ടി സഹകരിച്ചു. 3-ാമത്തെ ദിവസം മഴ നനഞ്ഞു, അത് ശരീരമൊക്കെ നനഞ്ഞതുകൊണ്ട്, വസ്ത്രമൊക്കെ നനഞ്ഞതുകൊണ്ട് അന്ന് റെസ്റ്റ് എടുത്തു എന്നൊക്കെ അങ്ങ് നിസ്സാരം പോലെ പറയുകയാണ്, സുഖവാസത്തിന് എവിടെ പോയതുപോലെ. അതിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് സംസാരിക്കരുത്. ഇവർക്കൊക്കെ സമൂഹത്തിനോടൊരു ബാധ്യതയുണ്ട്. ഇവർ പറയണമായിരുന്നു, വളരെ ഭീകരമായിട്ടുള്ള അന്തരീക്ഷമായിരുന്നു അവിടെ, ആരും ഇനി ഇത് പിന്തുടർന്ന് വരരുത്, അല്ലെങ്കിൽ ആരും ഇതിനെ ഇനി അനുകരിക്കരുത്, ഇങ്ങനെയൊന്നും ആരും പോകരുത്. പക്ഷെ അങ്ങനെ ഒരു സാമൂഹിക പ്രതിബദ്ധത അവർ കാണിക്കുന്നത് കണ്ടില്ല. ഇങ്ങനെയുള്ള ചെലവുകൾ വരുമ്പോൾ അത് ഇവരുടെയൊക്കെ കുടുംബത്തിൽ നിന്നോ ഇവരുടെയൊക്കെ കയ്യിൽ നിന്നോ ഈടാക്കാനുള്ള ഒരു നിയമം കൂടി ഇവിടെ വരണം, ഒരു സിസ്റ്റം കൂടി വരണം. ഒരു അപകടം സംഭവിക്കുന്നത് വേറെ. ഇപ്പോൾ ഒരു മണ്ണിടിച്ചിൽ സംഭവിച്ചു, ഒരു പ്രളയം സംഭവിച്ചു, അതിലൊക്കെ പെട്ടുപോയ ആളുകളെ, അല്ലെങ്കിൽ ഒരു വാഹനാപകടത്തിൽ പെട്ടുപോയ ആളുകളെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി സർക്കാർ മുടക്കുന്ന പണം, അല്ലെങ്കിൽ മറ്റുള്ളവർ മുടക്കുന്ന സമയവും നമ്മൾ അനുഭവിക്കുന്ന വേദനയും ഒക്കെ വേറെ. ഈ സ്വയം വരുത്തി വെക്കുന്നത് മറ്റൊരിടത്താണ്.
ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള പാഷൻ കാണും. ചിലർക്ക് മുകളിലത്തെ നിലയിൽ നിന്ന് താഴേക്കെടുത്ത് ചാടുന്നതായിരിക്കും അവർക്കൊരു ഇൻട്രസ്റ്റ്. അതിനുവേണ്ടിയൊക്കെ സമൂഹം മെനക്കെടണമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. അത് ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാവുന്ന കാര്യവുമല്ല. ഈ ട്രക്കിങ്ങിനൊക്കെ പോകുന്നവരൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് കുറേ സാഹസികത കയ്യിലുണ്ടെന്നോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കുറേ ധൈര്യം ഇരിപ്പുണ്ടോ എന്നോ അവിടുത്തെ വന്യമൃഗങ്ങളോട് പറഞ്ഞാൽ ചിലവാകത്തില്ല. അവർക്കതൊന്നും മനസ്സിലാകുന്ന ആളുകളല്ല ഈ വന്യമൃഗങ്ങൾ. അവരുടെ സ്ഥലമാണിത്. അവിടേക്ക് പോകുന്നതിന് ഒരു നിയന്ത്രണം വേണം. വനംവകുപ്പാണെങ്കിലും പരമാവധി നിയന്ത്രണം ഈ ഒരു വിഷയത്തിൽ കാണിക്കണം. ഈ വെള്ളച്ചാട്ടങ്ങളിലൊക്കെ പോയി എത്ര എണ്ണമാണ് ജീവൻ ബലി കൊടുക്കുന്നത്. വെറുതെ അങ്ങ് കയറി പോവുകയാണ്. നിസ്സാരം പോലെയാണ് വെള്ളത്തിനോടും തീയോടും വനത്തിനോടും ഒക്കെ കളിക്കുന്നത്. നമുക്കൊരു പരിധിയുണ്ട് എല്ലാ കാര്യത്തിനും. ആ പരിധി നിശ്ചയിച്ച് അതിനകത്ത് വേണം നമ്മൾ കളിക്കാൻ. ഇപ്പം എത്ര പേരെയാണ് ഇതൊക്കെ ബാധിക്കുന്നത്, എത്ര പേർക്കാണ് ഇതൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. കുറേ മാധ്യമ പ്രവർത്തകർ അതിന് പിന്നാലെ പോകാൻ, അത് കൊട്ടിഘോഷിക്കാൻ. അവരിപ്പോൾ ഒരു 6 ദിവസമോ 7 ദിവസമോ അതിനകത്ത് കുടുങ്ങിയിരുന്നെങ്കിൽ ഈ 6-7 ദിവസവും ഇതിനെപ്പറ്റിയുള്ള വാർത്തകൾ മാത്രമേ മാധ്യമങ്ങളിലും കാണുകയുള്ളൂ. ഇതിപ്പോൾ കർണാടക സർക്കാരിന് ബുദ്ധിമുട്ട്, കേരള സർക്കാരിന് ബുദ്ധിമുട്ട്, മലയാളികൾക്ക് ബുദ്ധിമുട്ട്, ആ പ്രദേശത്തുണ്ടായിരുന്ന ആദിവാസികൾക്ക് ബുദ്ധിമുട്ട്, ഇവരുടെ ഒപ്പം പോയ ആളുകൾക്ക് ബുദ്ധിമുട്ട്. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നതാകരുത് നമ്മുടെ പാഷൻ, നമ്മുടെ സാഹസികത. ജീവൻ തിരികെ കിട്ടിയതിലൊക്കെ സന്തോഷമുണ്ട്, ആശ്വാസമുണ്ട്. അവരോടുള്ള അനിഷ്ടം കൊണ്ടല്ല ഈ പറയുന്നത്. ഒരാളും ഇതൊന്നും മാതൃകയാക്കരുത്, അനുകരിക്കരുത്. അതുപോലെ തന്നെ ഇത്തരക്കാരുടെ ഈ പെട്ടുപോയി എന്ന് പറയുന്ന ആളുകൾ പറയുന്നത് പൂർണ്ണമായിട്ടും വിശ്വാസത്തിലെടുക്കാതെ അവരുടെ മൊബൈൽ ഫോണൊക്കെ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതുമൊക്കെ നന്നായിരിക്കും. നമുക്ക് ഇന്നത്തെ കാലത്ത് ആരുടെയും മനസ്സിലിരിപ്പൊന്നും അറിയാൻ പറ്റില്ല. അവർ പറയുന്നത് വിശ്വസിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. എന്താണ് ഇതിന് പിന്നിലെന്ന് അറിയണം. എങ്ങനെയാണ് വഴിതെറ്റി പോകുന്നത്? കൂട്ടമായിട്ട് അവരുടെ ഒപ്പം നടക്കുന്ന ആൾ പെട്ടെന്ന് വഴിതെറ്റി പോകുന്നു, പെട്ടെന്ന് ഫോണിൻ്റെ ബാറ്ററി 1% താഴുന്നു. ഇതൊക്കെ എന്തൊക്കെയാണ് ഇതിൻ്റെ പിന്നിലെന്നുള്ളതിന് വൈറലാകാൻ വല്ലതും ഉദ്ദേശിച്ചിട്ടുണ്ടോ? കുറ്റപ്പെടുത്തുകയല്ല, നമ്മൾ എല്ലാ സാധ്യതകളും പരിശോധിക്കണം. കാരണം ഇനി ഇതാരും ആവർത്തിക്കാൻ പാടില്ല. ഇവിടെ ഒരുപാട് ആവശ്യമുണ്ട് പൈസയ്ക്ക്. പണത്തിന് ആവശ്യമുള്ള ഒരുപാട് പേർ ബുദ്ധിമുട്ടുന്നുണ്ട്. ഒരു വീടില്ലാതെയും ആഹാരമില്ലാതെയും റേഷൻ വാങ്ങാൻ കഴിവില്ലാതെയും ഒക്കെ ജീവിക്കുന്ന മനുഷ്യർ ഇപ്പോഴും ഉണ്ട്. അതിദാരിദ്ര്യമൊന്നും ഇവിടെ മാറിയിട്ടില്ല. അപ്പോൾ ആ സമയത്ത് അനാവശ്യമായിട്ട് ഖജനാവിൽ നിന്നുള്ള പണം ചെലവാക്കുന്നതിന് ഒരു കാരണവശാലും അതിനെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാനാവില്ല. നിങ്ങളാരും അതിനുവേണ്ടി മെനക്കെടരുത്. കുറേ ആളുകൾ ചോദിച്ചേക്കാം, നിങ്ങളുടെ വീട്ടിലുള്ള ഒരാളാണ് ഇങ്ങനെ മിസ്സാവുന്നതെങ്കിൽ, ഇങ്ങനെ പെട്ടെന്ന് കണ്ടെത്തുന്നതെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ എന്ന്. തീർച്ചയായിട്ടും സംസാരിക്കും. നമ്മളിപ്പോൾ ബന്ധം നോക്കിയോ ആരാണ് എന്ന് നോക്കിയോ ഒന്നും അല്ല കാര്യങ്ങളെ വിലയിരുത്തുന്നത്. ആരായാലും പറയേണ്ടത് പറയണം. നമ്മളിപ്പോൾ ഒരാളുടെ ഇഷ്ടമല്ലേ, കാട്ടിൽ പോകണോ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ചാടണോ, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. ഒരാളുടെ പാഷനിലൊക്കെ കൈ കടത്താൻ നമുക്ക് അധികാരമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്തോട്ടെ. പക്ഷേ അത് പൊതുജനത്തെ അല്ലെങ്കിൽ പൊതു ഖജനാവിനെയൊക്കെ ബാധിക്കുമ്പോൾ നമ്മളത് ചർച്ചയ്ക്ക് വിധേയമാക്കും, അതിനെക്കുറിച്ച് സംസാരിക്കും. ഒന്ന് ചിന്തിച്ച് നോക്കൂ. നമ്മൾ നമ്മുടെ അധ്വാനത്തിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്ന നികുതിയിൽ നിന്നൊക്കെ എടുത്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കുന്നത്. അത് ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിന് വേണ്ടി, സ്വന്തം താല്പര്യത്തിനും സ്വാർത്ഥതയ്ക്കും സന്തോഷത്തിനും വേണ്ടി നടത്തുന്ന കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ നടത്തുന്ന തോന്നിയാസങ്ങൾക്ക്, കാണിച്ചു കൂടാൻ പാടില്ലാത്ത പരിപാടിക്കൊക്കെ വേണ്ടി മുടക്കുന്നത് നമ്മുടെ നികുതിപ്പണമാണ്. അപ്പോൾ നമുക്കിതിനകത്ത് അഭിപ്രായം പറയാനൊരു റൈറ്റ് ഇല്ലേ? എല്ലാ ജീവനും വിലപ്പെട്ടതാണ്. അവരുടെ ജീവൻ തിരികെ കിട്ടിയതിലുള്ള സന്തോഷം, സമാധാനം, അതൊന്നും ഞാൻ പ്രകടിപ്പിക്കാതിരിക്കുന്നില്ല. അത് പ്രകടിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ സർക്കാർ ഇത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടി ഗൗരവമായിട്ടുള്ള വല്ല വിജ്ഞാപനങ്ങളും ഒക്കെ പുറപ്പെടുവിക്കണം. എന്തെങ്കിലുമൊക്കെ നിയമനിർമ്മാണങ്ങൾ ഇവിടെ നടത്തണം. ഇങ്ങനെയൊക്കെ ഓരോരുത്തർ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിയാൽ ഇവരെ രക്ഷപ്പെടുത്താൻ ചിലവാകുന്ന തുക ഇവരുടെ പക്കൽ നിന്ന് ഈടാക്കണം എന്നുള്ളത് അതൊരു വളരെ വേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. അതൊരു അത്യാവശ്യമാണ് ഇവിടെ. അതുകൊണ്ട് ഇങ്ങനെ ഒരു കാട്ടിൽ പോയി 3-4 ദിവസം കുടുങ്ങി, അല്ലെങ്കിൽ ഒരു മലയുടെ മുകളിൽ കയറി ഒരു പാറയിടുക്കിലൊക്കെ കുടുങ്ങി ഇരിക്കുന്നവർക്ക് ഒരു ഹീറോ പരിവേഷം കിട്ടും, സമൂഹം അത് കൊടുക്കും എന്നൊന്നും ആരും കരുതി ഇത് അനുകരിക്കാൻ ദയവ് ചെയ്ത് ശ്രമിക്കരുത്. പ്രത്യേകിച്ച് കുട്ടികളോടൊക്കെയാണ് പറയുന്നത്, യുവാക്കളോടാണ് പറയുന്നത്. ചോരത്തിളപ്പിൻ്റെ പേരിലൊക്കെ ഇറങ്ങി തിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങളുടെയൊക്കെ പേരിൽ നിങ്ങൾ ഇറങ്ങി തിരിച്ചേക്കാം. അങ്ങനെ ഒന്നും ഇറങ്ങരുത്. ഇതൊക്കെ അനാവശ്യമാണ്. ചില പാഷനുകൾ നമുക്ക് ആവശ്യമാണോ എന്നുകൂടി നമ്മൾ ചിന്തിക്കണം. നമുക്കൊരു ഇഷ്ടമുണ്ടെന്ന് കരുതി അത് സമൂഹത്തിന് ദോഷമാണോ, ദോഷകരമായിട്ട് മറ്റുള്ളവരെ ബാധിക്കുന്നുണ്ടോ, ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ട ഒരു ബാധ്യത നമുക്കില്ലേ? ഒരു പൗരബോധം നമുക്ക് വേണ്ടേ? ഒരു മര്യാദ നമുക്ക് വേണ്ടേ? ഞാൻ ഈ പറഞ്ഞ അഭിപ്രായത്തോട് എത്ര പേർക്ക് യോജിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്കിത് കേട്ടപ്പോൾ, അവരുടെ പ്രതികരണമൊക്കെ കണ്ടപ്പോൾ ഇത്രയും പറയണമെന്ന് തോന്നിയതാണ്. നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തോട് പ്രതികരിക്കുന്നതെന്ന് ഏതായാലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും.